നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച ചലച്ചിത്ര നടൻ മമ്മൂട്ടി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് മമ്മൂട്ടി. കൊച്ചിയിലെ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ജാമ്യാപേക്ഷയുമായി നടൻ മണിയൻ പിള്ള രാജു. ഫോർട്ട് കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം തേടി കോടതിയെ സമീപിച്ചത്. പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല. കൊടുങ്ങല്ലൂർ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത. സംഭവത്തിൽ പിന്നിൽ കോടികളുടെ ഇടപാടെന്ന് സംശയം. കാട്ടുകഞ്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് 2 കാറുകളിലെത്തിയ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചത്. നാട്ടിക ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചുകയറി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഫിനിക്സ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. സ്രാങ്ക് ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. വിൽപ്പനയ്ക്കുള്ള MDMAയും കഞ്ചാവുമായി ബൈക്കിൽ പോയിരുന്ന 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശാംകടവ് കാരമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെളുത്തൂർ സ്വദേശി ചെട്ടിക്കാട്ടിൽ വിഷ്ണു സാജൻ, കണ്ടശാംകടവ് പടിയം വാടയിൽ വീട്ടിൽ VS വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. പാലിക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസത്തെ 1-ൽ കൂടുതൽ യാത്രയ്ക്കുള്ള നിരക്കിൽ 5 രൂപയുടെ വർധനവ്. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കനത്തതോടെ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ തുറന്നു. 4 ഷട്ടറുകളും 1.25 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. വാഴാനി ഡാമിന്റെ ഷട്ടറുകളും 2 സെന്റിമീറ്റർ ഉയർത്തി. തൃശൂർ ഫോറസ്ട്രി കോളേജ് ഡീനിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രൊഫസർ അനൂപാണ് മരിച്ചത്. തിരുവനന്തപുരം പേട്ടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട സ്ഥലം മാറ്റം തടഞ്ഞതിൽ മനം നൊന്ന പോലീസുകാരൻ ജോലിക്ക് ഹാജരാകാതെ മുങ്ങിയത് പരിഭ്രാന്തി പരത്തി. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO ചേർപ്പ് സ്വദേശി മുരുകേശനാണ് ജോലിക്ക് ഹാജരാകാതെ വെള്ളിയാഴ്ച സ്ഥലം വിട്ടത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സംഗമവും ആദരവും സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വീട്ടുമതിലിൽ ഇടിച്ചുമറിഞ്ഞ അപകടം. അപകടത്തിൽ കോഴിക്കോട് സ്വദേശികളായ 5 പേർക്ക് പരിക്കേറ്റു. ഭിന്നശേഷിക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പേരാമംഗലം പോലീസ് നടപടിയെടുക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക. ലോട്ടറി വിൽപ്പനക്കാരനായ തോളൂർ സ്വദേശി പുളിക്കൽ ദാസിനെയാണ് മദ്യലഹരിയിൽ അച്ചാട്ടിൽ അച്യുതൻ എന്നയാൾ അകാരണമായി മർദ്ദിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ചേർപ്പ് മേഖലാ സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരുടെ ക്ഷേമത്തിനായി രൂപം കൊടുത്ത ഐ-കാർഡിന്റെ വിതരണോദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ മുതിർന്ന കലാകാരൻ പെരുവനം ഗോപാലകൃഷ്ണന് നൽകി നിർവഹിച്ചു. പുല്ലഴി മൈത്രി ആർട്ട് സമിതിയുടെ 13ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന സാഹിത്യ കലാമത്സരങ്ങൾ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് KP കമലാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജു കൊണ്ടോളി അധ്യക്ഷത വഹിച്ചു. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ദേശവിളക്കിന്റെ കുറിക്കൽ ചടങ്ങ് നടന്നു. നവംബർ 20-നാണ് കല്ലടി അയ്യപ്പൻ വിളക്ക്. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇയാനിക്കാട്ടിൽ പ്രസാദിന് കുറിപ്പ് കൈമാറി. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അന്നയ്ക്ക് സ്വർണം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പുതുച്ചേരിയിലെ പോണ്ടി മെറീന ബീച്ചിൽ നടന്ന ദേശീയ സ്വിമ്മിംഗ് മാരത്തോണിൽ 1/2 കിലോമീറ്റർ മത്സരത്തിൽ എലൈറ്റ് കാറ്റഗറി വിഭാഗത്തിൽ കൊടകര സ്വദേശിനി ദേവിക ബെസ്റ്റ് ഫിനിഷറായി. കൊടകര കാവുംതറ കൊത്തളത്തിൽ വിനോദ് ബിന്ദു ദമ്പതികളുടെ മകളാണ് ദേവിക. പഴയന്നൂർ പറക്കുളത്ത് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് PM ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു.
നടനും കൊല്ലം MLAയുമായ മുകേഷിനെതിരെ തൃശൂരിലും കേസ്. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്. പരിയാരം കൊന്നക്കുഴിയിൽ ബൈക്കിൽ സഞ്ചരിച്ച മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത്. പരിയാരം കൊന്നക്കുഴിയിൽ പാചകവാതക സിലിണ്ടറിൽ നിന്ന് തീപിടിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊന്നക്കുഴി പള്ളിക്ക് സമീപത്തെ തണ്ടാപ്പള്ളി ജോസിന്റെ മകൻ 35 വയസ്സുള്ള അരുൺ ആണ് മരിച്ചത്. വയനാടിന് കൈത്താങ്ങായി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്ന് 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ CPM നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം വെങ്കിടക മേഖലാ സ്പെഷ്യൽ കൺവെൻഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ ഊട്ടുനേർച്ച ഭക്ഷണം വെഞ്ചരിച്ചു. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ലോഗോ പ്രകാശനം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ നിർവഹിച്ചു. ഈ മാസം 23, 24, 25 സമ്മേളനം. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു. ഏപ്രിൽ 30 പുനഃപ്രതിഷ്ഠ. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിക്കര ടോൾ പ്ലാസയിലേക്ക് AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം യുവധാര കലാകായിക വേദിയും കനിവ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർമാരായ വൈഷ്ണവ് പ്രദീപ്, ദീപ ബാബു, സംഘാടക സമിതി ചെയർമാൻ AS മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.